ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി MPക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് സുരേഷ് ഗോപി. ചാവക്കാട് നഗരത്തിൽ വിവാദ ഫ്ലക്സ് ബോർഡ് ഉയർത്തി BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. 1977 മുതൽ ഗുരുവായൂർ മണ്ഡലം പ്രതിനിധീകരിച്ച MLA-മാരുടെ പേരുകൾ അടിച്ച ഫ്ലക്സാണ് സ്ഥാപിച്ചത്. ചേലക്കരയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന്. വികസന രാഷ്ട്രീയത്തിനൊപ്പം വോട്ടർമാർ നിലയുറപ്പിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ഇരു മുന്നണികൾക്കുമെതിരായ വിധിയെഴുത്തുണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ. യേശുവിന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ നാളെ പെസഹ വ്യാഴം ആചരിക്കും. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കും. പാലിയേക്കര മടവാക്കരയിൽ കൊച്ചി സേലം പൈപ്പ് ലൈനിലെ പാചകവാതക ചോർച്ച പരിഹരിക്കാനായില്ല. സമീപത്തെ 3 കുടുംബങ്ങളെ ഹോട്ടലിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി MPക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ ഉപഹർജി തള്ളുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളാനാവില്ലെന്നും സുരേഷ് ഗോപി വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റാണ് ഹർജിക്കാരൻ. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചും മതവികാരം ഇളക്കിവിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. എന്നാൽ ഈ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്ന സുരേഷ് ഗോപിയുടെ വാദം തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് വിചാരണയുമായി മുന്നോട്ടു പോകാൻ ഉത്തരവിട്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. സുരേഷ് ഗോപിക്ക് എതിരായ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ TCVയോട് പറഞ്ഞു. തൃശൂർ MP സുരേഷ് ഗോപിക്കെതിരായ തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ആ തെരഞ്ഞെടുപ്പ് ഹർജിയുമായി ബന്ധപ്പെട്ട വിചാരണ നേരിടേണ്ടി വരും. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയാണ് ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപി വോട്ട് തേടി എന്ന പേരിൽ ഹൈക്കോടതിയിൽ പരാതി നൽകിയത്. ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നതായി അന്ന് സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻമന്ത്രി കൂടിയായ VS സുനിൽകുമാർ TCVയോട് പറയുന്നു. ഈ വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ BJP സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ തനി ആവർത്തനമാണ്. അതിൻ്റെ കുറച്ചും കൂടി തീവ്രമായ രീതിയിലുള്ള ഒരു ആവർത്തനം ഗുരുവായൂരിൽ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുകയാണ്. മതചിഹ്നങ്ങൾ മാത്രമല്ല, മതത്തെ തന്നെ നേരിട്ട് തിരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ആക്കുന്ന നിലയിലേക്ക് BJP പ്രവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണം, സുതാര്യമായിരിക്കണം, അത് ഭരണഘടനാപരമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതായിരിക്കണം. അതിന് പകരം മതവും ജാതിയും വർഗീയതയും പണവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടൊരു മൂവാണ് ഈ ഹർജിയിലൂടെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. AIYFയുടെ ജില്ലാ പ്രസിഡന്റ് ബിനോയിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. തനിക്കെതിരായ ഹർജി തള്ളണമെന്നാണ് സുരേഷ് ഗോപി കോടതിയിൽ ആവശ്യപ്പെട്ടത്. അത് തള്ളിക്കൊണ്ടാണ് ഈ ഹർജി നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞത്. തീർച്ചയായും ഹൈക്കോടതിയുടെ ആ വിധി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിൻ്റെ മേൽ പണാധിപത്യം കൊണ്ടും വർഗീയത കൊണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ വിലയ്ക്ക് വാങ്ങാൻ കഴിയും എന്നാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവിടെ കാണിച്ചത്. തീർച്ചയായും ഇത് ചോദ്യം ചെയ്യാൻ കഴിയും. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ കൂടി കഴിയും
കഴിയുമെന്നൊരു പുതുതലമുറയെ പഠിപ്പിക്കും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി സമർപ്പിക്കുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഹൈക്കോടതി വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിയമപരമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഹൈക്കോടതി വിധിയാണ് നിലവിലേറെ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ആ തിരഞ്ഞെടുപ്പ് ഹർജിയുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ MP എന്ന നിലയിലുള്ള കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനം സമ്പൂർണ്ണ പരാജയമാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപി യാതൊന്നും ചെയ്തില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ജില്ലയിലെ NDA സ്ഥാനാർത്ഥികൾ തങ്ങളുടെ MP ജില്ലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുവോ എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണമെന്നും അബ്ദുൽ ഖാദർ പ്രസ്താവനയിൽ പറഞ്ഞു. ചാവക്കാട് നഗരത്തിൽ വിവാദ ഫ്ലക്സ് ബോർഡ് ഉയർത്തി BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. 1977 മുതൽ ഗുരുവായൂർ മണ്ഡലം പ്രതിനിധീകരിച്ച MLA-മാരുടെ പേരുകളടിച്ച ഫ്ലക്സ് ബോർഡാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്നില്ലേ ഈ അവഗണന, 50 വർഷത്തെ അവഗണന മാറണമെന്ന ക്യാപ്ഷൻ എഴുതിയാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. മുസ്ലിം നാമധാരികൾ മാത്രമാണ് MLA-മാർ ആയിട്ടുള്ളതെന്നാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഏറെ വിവാദം ഉണ്ടാക്കിയിരുന്നു. വിഷയത്തിൽ ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തിരുന്നു. പോരാട്ട ചൂടിൽ തിളയ്ക്കുകയാണ് ജില്ലയുടെ വടക്കു കിഴക്ക് ഭാഗത്തെ അതിർത്തി മണ്ഡലമായ ചേലക്കര. സിറ്റിംഗ് MLA LDF-ലെ UR പ്രദീപിനെ നേരിടാൻ യുവനേതാവ് ശിവൻ വീട്ടിക്കുന്ന് സ്വതന്ത്ര വേഷത്തിലാണ് UDF-നായി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. K. ബാലകൃഷ്ണനിലൂടെ കരുത്ത് കാട്ടാനുള്ള ഒരുക്കത്തിലാണ് NDA. ആരംഭകാലം മുതൽ സംവരണ മണ്ഡലമായിരുന്ന ചേലക്കരയിൽ ആദ്യകാലത്ത് കോൺഗ്രസും വിജയക്കൊടി ഉയർത്തിയിരുന്നു. കോൺഗ്രസിലെ KK ബാലകൃഷ്ണനെ 4 തവണ ചേർത്തുപിടിച്ചിട്ടുണ്ട് ചേലക്കര. MA കുട്ടപ്പനും MP താമിക്കും കൈകൊടുക്കാൻ മടിച്ചിട്ടുമില്ല. എന്നാൽ 1996 മുതലുള്ള മണ്ഡല ചരിത്രം K. രാധാകൃഷ്ണനോടാണ് ചേരുംപടി ചേർന്നിട്ടുള്ളത്. 5 തെരഞ്ഞെടുപ്പുകളിൽ K. രാധാകൃഷ്ണനിലൂടെ ചേലക്കര വിജയത്തിന്റെ ചെഞ്ചേലണിഞ്ഞു. 2016-ൽ UR പ്രദീപ് ഇവിടെ നിന്നും ആദ്യമായി നിയമസഭാ അംഗമായി. രാധാകൃഷ്ണൻ പാർലമെന്റ് അംഗമായ ഒഴിവിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് 2024-ൽ വീണ്ടും MLA-ആയി. LDF-ന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ നേട്ടങ്ങൾ കൂടി ചേരുമ്പോൾ പ്രതീക്ഷകൾക്ക് തിളക്കമേറുന്നതായി UR പ്രദീപ് പറയുന്നു. ഇടതുമുന്നണിയുടെ വിജയപട്ടികയിലെ കണക്കെടുപ്പിൽ ചേലക്കര മുന്നിൽ തന്നെയുണ്ടെന്നും സ്ഥാനാർത്ഥിക്ക് ആത്മവിശ്വാസം. ഇവിടെ ജയത്തിന്റെ കാര്യത്തിലുള്ള ആളുകൾക്ക് സംശയം. ഇനി ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചുള്ള ചൂണ്ടിക്കാട്ടിലാണ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF-ൽ കോങ്ങാടുമായുള്ള സീറ്റ് വെച്ചുമാറ്റത്തിൽ ചേലക്കര ഇത്തവണ എത്തിയത് ലീഗ് അക്കൗണ്ടിൽ. കോൺഗ്രസ് നേതാവായ ശിവൻ വീട്ടിക്കുന്നിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയതിന് പിന്നിൽ UDF നന്നായി ഗൃഹപാഠം ചെയ്തിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ കാറ്റിൽ തടുത്തുകൂട്ടാവുന്ന വോട്ടുകൾ പരമാവധി സമാഹരിക്കാനുള്ള പരീക്ഷണം വിജയം കാണുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് നേതൃത്വം. ടീം UDF-ആയി ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഘടകകക്ഷികളും എല്ലാവരും ഒരുമിച്ച് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. BJPക്ക് അടിത്തറയുള്ള മണ്ഡലത്തിൽ K. ബാലകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. ഉപതെരഞ്ഞെടുപ്പിൽ NDA-ക്കായി 33,609 വോട്ട് നേടി ബാലകൃഷ്ണൻ ശക്തി തെളിയിച്ചിരുന്നു. ഇവിടെ ചേലക്കരയിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ അലയൊലികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് NDA-ക്ക് അനുകൂലമായിട്ടാണ് ഇത്തവണ അത് മാറ്റമുണ്ടാവുക. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽ 5-ൽ LDF-ഉം 3-ിടത്ത് UDF-ഉം 1 പഞ്ചായത്തിൽ NDA-യും ഭരണം നേടി. പഴയന്നൂർ, കൊണ്ടാഴി, പാഞ്ഞാൾ, വള്ളത്തോൾ നഗർ, വരവൂർ പഞ്ചായത്തുകളാണ് LDF ഭരിക്കുന്നത്. ചേലക്കര, മുള്ളൂർക്കര, ദേശമംഗലം പഞ്ചായത്തുകളിൽ UDF-നാണ് ഭരണം. തിരുവല്ലോമലയിലാണ് NDA-ക്ക് ഭരണം ലഭിച്ചത്. നിള അതിരിട്ടൊഴുകുന്ന വാഴാലിക്കാവിൻ്റെ നാട്ടുഭംഗി നിറയുന്ന പാഞ്ഞാളിലെ പറഞ്ഞുതീരാത്ത കഥകളുള്ള കുത്താമ്പള്ളിയുടെ കസവു താളം കേൾക്കുന്ന തിരുവല്ലോമലയുടെ ഐതിഹ്യ പെരുമ പേറുന്ന നാട്ടിൽ ആരുടെ ചിരി ചന്തം ചാർത്തുമെന്ന് കാത്തിരുന്നു കാണാം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. ക്രൈസ്തവ വിശ്വാസികൾ നാളെ പെസഹ വ്യാഴം ആചരിക്കും. യേശുവിന്റെ കുരിശുമരണത്തിന് മുമ്പ് 12 ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകി ചുംബിച്ച് അന്ത്യത്താഴം കഴിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും സ്മരണ പുതുക്കിയാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. ദേവാലയങ്ങളിൽ നാളെ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ രാവിലെ 6:30 നടക്കുന്ന ചടങ്ങുകൾക്ക് മാർ ആൻഡ്രൂസ് താഴത്തും വ്യാകുലമാതാ ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് മാർ ടോണി നീലങ്കാവിലും ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മാർ പോളി കണ്ണുകാടനും കോട്ടപ്പുറം സെന്റ് മൈക്കിൾ കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാലിയേക്കര മടവാക്കരയിൽ കൊച്ചി സേലം പൈപ്പ് ലൈനിൽ പാചകവാതക ചോർച്ച പരിഹരിക്കാനായില്ല. ദേശീയപാതയിലും സമീപ പ്രദേശങ്ങളിലും
വാതകത്തിന്റെ ഗന്ധം പരന്ന നിലയിലാണ്. സമീപത്തെ 3 കുടുംബങ്ങളെ ആമ്പലൂരിലെ ഹോട്ടലിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ഇവരെ KSSPL കമ്പനിയുടെ ചെലവിലാണ് മാറ്റിയത്. നേരത്തെ മാറി താമസിച്ചിരുന്നവർക്കുള്ള നഷ്ടപരിഹാരവും കമ്പനി നൽകി തുടങ്ങി. പാചകവാതക പൈപ്പിലെ ചോർച്ച കണ്ടെത്തുന്നതിന് 9 മീറ്റർ താഴ്ചയിൽ മണ്ണ് മാറ്റുന്ന ജോലികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. നീർത്തട പ്രദേശത്ത് കുഴിക്കുമ്പോൾ വെള്ളം നിറയുന്നതാണ് പണികൾക്ക് തടസ്സമാകുന്നത്. ചോർച്ച കണ്ടെത്തി പൈപ്പിലെ ഗ്യാസ് പൂർണ്ണമായി നീക്കിക്കഴിഞ്ഞാൽ ക്ലാബ് ചെയ്ത് ചോർച്ച അടയ്ക്കുന്നതിനുള്ള നീക്കത്തിലാണ് കമ്പനി. കഴിഞ്ഞ മാർച്ച് 18-നായിരുന്നു കൊച്ചി സേലം LPG പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത്. കേരള ഭരണം BJPയെ ഏൽപ്പിക്കുകയാണെങ്കിൽ അയ്യപ്പന്റെ സ്വർണ്ണ കവർച്ച മാത്രമല്ല, കേന്ദ്ര ഫണ്ട് തിരിമറിയും, ഷുഹൈബ്, TP ചന്ദ്രശേഖരൻ വധക്കേസ്, കതിരൂർ മനോജ് വധക്കേസ് തുടങ്ങിയവയിലെ മുഴുവൻ സത്യാവസ്ഥയും പുറത്തുകൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കിഴുപ്പള്ളിക്കരയിൽ NDA സംഘടിപ്പിച്ച കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സോഷ്യലിസത്തിന്റെ മനസ്സുള്ള ജനങ്ങളെ ചതിക്കാത്ത CC മുകുന്ദൻ നാട്ടിക നേടിയാൽ നാട്ടിക CC മുകുന്ദനെയും നരേന്ദ്രമോദിയെയും നേടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സ്ഥാനാർത്ഥി CC മുകുന്ദൻ നേതാക്കളായ ജസ്റ്റിൻ ജേക്കബ്, EP ജാൻസി, EP ഹരീഷ്, TG രതീഷ് എന്നിവരും സംബന്ധിച്ചു. UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ വോട്ട് അഭ്യർത്ഥിച്ച് ചാഴൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി. പുള്ളിൽ നിന്ന് ആരംഭിച്ച പര്യടനം KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആലപ്പാട്, ചാഴൂർ, പഴുവിൽ, ചിറക്കൽ തുടങ്ങി ചാഴൂർ പഞ്ചായത്തിലെ 12ഓളം കേന്ദ്രങ്ങളിലെ സന്ദർശനത്തിന് ശേഷം ചെറുകനാൽ ഭാഗത്ത് സമാപിക്കും. നേതാക്കളായ ഷൈജു സായിറാം, CM പരമശിവൻ, ജോഷി ആലപ്പാട്ട്, ജോൺ ജേക്കബ്, ഷിമ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ മുള്ളൂർക്കര പഞ്ചായത്തിൽ പര്യടനം നടത്തി. ആറ്റൂർ മണലാടിയിൽ നിന്ന് ആരംഭിച്ച പര്യടനം മുള്ളൂർക്കര ടൌണിൽ സമാപിച്ചു. ചടങ്ങിൽ BJP നേതാക്കളായ MA രാജു, വിജീഷ് അള്ളന്നൂർ, മോഹനൻ പാമ്പിൻകാവ്, C രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാർ റോഡ് ഷോ നടത്തി. ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പൊയ്യ, കുഴൂർ, അന്നമനട, മാള, പുത്തൻചിറ, വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തുകളിലൂടെ കൊടുങ്ങല്ലൂർ വരെയാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. CPM മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടവേള. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. LDF മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിനെ സ്വീകരിച്ച് വിദേശ യുവതി. ഫിലിപ്പീൻസ് സ്വദേശി 38-കാരിയായ യോളണ്ടയാണ് തൃത്തല്ലൂർ കൊറ്റായി ക്ഷേത്ര പരിസരത്ത് നൽകിയ സ്വീകരണ യോഗത്തിൽ C രവീന്ദ്രനാഥിനെ സ്വീകരിച്ചത്. തൃത്തല്ലൂർ സ്വദേശി പൊറ്റേക്കാട്ട് റിജിന്റെ ഭാര്യയാണ് യോളണ്ട. കഴിഞ്ഞ 5 വർഷമായി ഇവർ തൃത്തല്ലൂരിലാണ് താമസം.
കയ്പമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ എടവിലങ്ങം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഭാത സവാരി സംഘടിപ്പിച്ചു. വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നാരംഭിച്ച പ്രഭാത സവാരി കാരയിൽ സമാപിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ എടവിലങ്ങം മേഖലാ പ്രസിഡന്റ് അബ്സാദ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി KK വത്സരാജ്, CA ഷഫീർ, VH റിസ്വാൻ, നൌഷാദ് കറുകപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എടവിലങ്ങ് കാരയിൽ മരം ഒടിഞ്ഞു വീണു. കാര സെന്ററിലെ മരമില്ലിന് സമീപം കൂറ്റൻ തണൽ മരത്തിന്റെ ഒരു ഭാഗമാണ് നിലം പതിച്ചത്. മരം വീണതിനെ തുടർന്ന് കാര അഴീക്കോട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പ്രദേശത്ത് വൈദ്യുതി വിതരണവും തകരാറിലായി. ഫയർഫോഴ്സ്, പോലീസ്, KSEB അധികൃതർ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. സ്വകാര്യ ബസ്സിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചേലക്കോട് സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. തൃശൂർ പത്തൻസ് ഹോട്ടലിലെ ജീവനക്കാരനാണ്. ഉത്രാളിക്കാവിന് സമീപം വെച്ചാണ് ബസ്സിൽ കുഴഞ്ഞു വീണത്. സംസ്ഥാനത്ത് ചാരായം നിരോധിച്ചത് ആലോചനാശൂന്യമായ നടപടിയായിരുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. ചാരായ വ്യവസായ തൊഴിലാളി കുടുംബസംഗമം കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. AK ആന്റണിക്ക് ആദർശം മാത്രമേയുള്ളൂവെന്നും ഭരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ലെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ആലോചനാശൂന്യമായിട്ട് എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ, അന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നമുക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളൊക്കെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്തുകൊണ്ടാണ് ശ്രീ AK ആന്റണി ഇത്ര ദ്രോഹകരമായ വിനാശകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? വിനാശകരം ഞാൻ ഉദ്ദേശിച്ചത് ചാരായ ഷാപ്പും കുട്ടികളും ചാരായ തൊഴിലാളികൾക്ക് ജോലി കൂലി ഇല്ലാതായതോ മാത്രം ഉദ്ദേശിച്ചത്. അതിനേക്കാൾ വലിയ ഒരു പക്ഷേ ആന്റണി പോലും ഉദ്ദേശിക്കാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുതിയ ഉപദേശിച്ച ആളുകൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പാർശ്വഫലങ്ങൾ വരുന്നത്. ചടങ്ങിൽ MN ശശിധരൻ അധ്യക്ഷത വഹിച്ചു. KB ദിനചന്ദ്രൻ, M ഹരിലാൽ, IN രാജൻ, AJ ജോസഫ്, മാലിനി പ്രേമൻ, PK ജോബു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. പാചകവാതക ക്ഷാമത്തിനെതിരെ LDF പഴുവിൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. LDF കൺവീനർ KM ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. സുബീഷ് OS, ഉല്ലാസ് കണ്ണോളി, KS മോഹൻദാസ്, NN ജോഷി, K രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാപ്പ ഉത്തരവ് പ്രകാരം കുപ്രസിദ്ധ കുറ്റവാളി മുഹമ്മദ് ഷാഫിയെ നാടുകടത്തി. റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG T നാരായണനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രം. മഹാപൊങ്കാലയിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി പൊങ്കാല സമർപ്പണം നടത്തി. നർത്തകി കലാമണ്ഡലം സംഗീത പ്രസാദ് പൊങ്കാല ഉദ്ഘാടനം ചെയ്തു. കലശ ചടങ്ങുകൾക്ക് ശേഷം തിടപ്പള്ളിയിൽ ഒരുക്കിയ പണ്ടാരയടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടപ്പുരയിലും ക്ഷേത്ര മൈതാനത്തും ഒരുക്കിയ അടുപ്പിലേക്ക് അഗ്നി പകർന്നു. നിവേദ്യത്തിന് പാകമായ പൊങ്കാല കലങ്ങളിൽ പൂജാരിമാർ തീർത്ഥം തെളിച്ചതോടെ ഭക്തർ പൊങ്കാല ദേവിക്ക് സമർപ്പിച്ച് സായുജ്യം നേടി. 3 ദിവസമായി നടന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികരായി. തുടർന്ന് പ്രസാദ ഊട്ട് ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശിവരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
106 വർഷം പഴക്കമുള്ള കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രം നവീകരിച്ചു. ദീപപ്രതിഷ്ഠയുടെ പുനഃസ്ഥാപനം വെള്ളിയാഴ്ച നടക്കും. പഴയ ശ്രീകോവിൽ അടക്കമുള്ള നടപ്പുര നിർമ്മാണം 60 ലക്ഷം രൂപ ചെലവിലാണ് പൂർത്തീകരിച്ചത്. 11 വൈകിട്ട് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ നടപ്പുര സമർപ്പണം നടത്തും. ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട്, ഗോപി കോരത്ത്, വേണുഗോപാലൻ ചേർത്തേടത്ത്, രതീഷ് കൂനത്ത്, വത്സരാജ് കുന്നത്തുള്ളി, സോണി പൊറ്റേക്കാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയപാത പുതുക്കാട് കുറുമാലിയിൽ കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ആനന്ദപുരം വെള്ളയത്ത് വീട്ടിൽ നാരായണൻ, ഭാര്യ ലതിക എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനന്ദപുരത്തേക്ക് പോയിരുന്ന കാറിൽ പുറകിൽ വന്നിരുന്ന കണ്ടെയ്നർ ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഡിവൈഡറിലെ കാനയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റ കാർ യാത്രക്കാരെ നാട്ടുകാർ ചേർന്നാണ് കാറിനുള്ളിൽ നിന്ന് പുറത്തെടുത്തത്. അപകടത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ഈ കണ്ടെയ്നർ ലോറി മുൻപും മറ്റൊരു വാഹനത്തെ ഇടിച്ചതായി നാട്ടുകാർ പറയുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,885 രൂപ, പവന് 1,11,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂരിലെ ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപി MPക്ക് തിരിച്ചടി. സുരേഷ് ഗോപിക്കെതിരായ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് സുരേഷ് ഗോപി. ചാവക്കാട് നഗരത്തിൽ വിവാദ ഫ്ലക്സ് ബോർഡ് ഉയർത്തി BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ. 1977 മുതൽ ഗുരുവായൂർ മണ്ഡലം പ്രതിനിധീകരിച്ച MLA-മാരുടെ പേരുകൾ അടിച്ച ഫ്ലക്സാണ് സ്ഥാപിച്ചത്. ചേലക്കരയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്ന്. വികസന രാഷ്ട്രീയത്തിനൊപ്പം വോട്ടർമാർ നിലയുറപ്പിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ഇരുമുന്നണികൾക്കുമെതിരായി വിധിയെഴുത്തുണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണൻ. യേശുവിന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ നാളെ പെസഹ വ്യാഴം ആചരിക്കും. ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കും. പാലിയേക്കര മടവാക്കരയിൽ കൊച്ചി സേലം പൈപ്പ് ലൈനിലെ പാചകവാതക ചോർച്ച പരിഹരിക്കാനായില്ല. സമീപത്തെ 3 കുടുംബങ്ങളെ ഹോട്ടലിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.